നന്ദീനെ ഞാൻ വീണ്ടും മഹാദേവനിലേക്ക് വരികയാണ് കേട്ടോ. നന്ദീനെ തൊഴുതിട്ടാണ് നമ്മൾ മഹാദേവനെ തൊഴാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ അതൊന്നും ഓർക്കാറില്ല. ഞാനൊക്കെ ചിലപ്പോൾ നന്ദി അവിടെ ഉണ്ടെന്ന് പോലും നോക്കാറില്ല. ചിലപ്പോൾ മഹാദേവനെ തൊഴും. അതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. നമുക്കെപ്പോഴും മഹാദേവനാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ആരാധന തോന്നുന്നത് എൻ്റെ ഭക്തന്റെ 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 ദാസനോടാണ് എന്നാണ്. അതായത് ഈശ്വരന്മാരൊക്കെ അവരെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നത് അവരുടെ ഭക്തന്മാർക്കാണ്. ഇപ്പൊ ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഗുരുവായൂരപ്പനേക്കാൾ ഇഷ്ടമാണ് പൂന്താനത്തിനെ, ഗുരുവായൂരപ്പനേക്കാൾ ഇഷ്ടമാണ് കുറൂരമ്മയെ, ഗുരുവായൂരപ്പനേക്കാൾ ഇഷ്ടമാണ് മേൽപ്പത്തൂരിനെ, ഗുരുവായൂരപ്പനേക്കാൾ ഇഷ്ടമായിരുന്നു യശോദയെ. കാരണം ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരെയാണ് ഗുരുവായൂരപ്പന് 10 ഇരട്ടി അധികം ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് മഹാദേവന് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മൾ പൊതുവിൽ പറയുമെങ്കിലും അദ്ദേഹം വരുന്നതിന് മുമ്പും അദ്ദേഹം വന്നതിന് ശേഷവും എപ്പോഴും കൂടെ ഉള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് നന്ദിയാണ്. നന്ദി ഭഗവാന്റെ വാഹനം എന്നുള്ള രീതി മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ. ഭഗവാൻ താണ്ഡവ നൃത്തം ആടുന്ന സമയത്ത്, ശിവൻ താണ്ഡവം ആടുന്ന സമയത്ത് മൃദംഗം വായിക്കുന്നത് നന്ദിയാണ്. പ്രദോഷ സമയത്ത് മൃദംഗം വായിച്ച് ആ താളത്തിനാണ് ഭഗവാൻ നൃത്തം ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, നന്ദിയുടെ താളമാണ് ഭഗവാന്റെ നൃത്തത്തിന്റെ സ്രോതസ്. അപ്പോൾ അത്രയധികം പ്രാധാന്യം കൊടുക്കുകയാണ്. ഗണങ്ങളുടെ നാഥനായിട്ട് ഗണപതി ഉണ്ട് അല്ലെ, ഭൂതനാഥനായിട്ട് അയ്യപ്പസ്വാമി ഉണ്ട്. ഇപ്പോൾ സകല ഈ മൂർത്തികളുടെയൊക്കെ ഒരു നേതാവായിട്ട് കാളിയെ വേണമെങ്കിൽ നമുക്ക് കാണാം. അപ്പോഴൊക്കെ തന്നെ ഈ നന്ദി എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഇതിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്.